വ്യാജ അക്യുപങ്ക്ചർ പ്രസവ ചികിത്സയിൽ യുവതി മരിച്ച സംഭവത്തിൽ ഭർത്താവിൻ്റെ ആദ്യ ഭാര്യയെയും പ്രതി ചേർത്തു. രണ്ടാം പ്രതിയാക്കിയാണ് നയാസിന്റെ ഭാര്യയ്ക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇവർ ഒളിവിലാണെന്ന് പോലീസ് വ്യക്തമാക്കി. പി ആർ പ്രവീണ നമുക്കൊപ്പം ചേരുന്നു. പി ആർ പ്രവീണ, എന്താണ് ആ കേസിൽ സംഭവിക്കുന്നത്? ഇതിൽ അക്യുപങ്ക്ചർ ചികിത്സ മാത്രമല്ല, ഈ ഭാര്യയെ കൂടി പ്രതി ചേർക്കുന്നതിലൂടെ പോലീസിന്റെ നിഗമനം എന്താണ്? ഈ നയാസിനെ ഈ ശ്രമത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ആദ്യ ഭാര്യ ശ്രമിച്ചില്ല എന്നാണോ, അതല്ല ആദ്യ ഭാര്യ ഇതിന് കൂട്ടുനിന്നു എന്നാണോ പോലീസ് കരുതുന്നത്? പോലീസ് ഇപ്പോൾ പ്രതികൾ, അതായത് 1ഉം 3ഉം പ്രതികളായ ഷമീറയുടെ ഭർത്താവായ നയാസ്, അയാളാണ് ഒന്നാം പ്രതി. മൂന്നാം പ്രതി ഈ അക്യുപങ്ക്ചർ ചികിത്സ നൽകിയ ഷിഹാബുദ്ദീനാണ്. ഈ ഷിഹാബുദ്ദീൻ ആ വീട്ടിൽ വന്ന് താമസിച്ച് ചികിത്സ നൽകി എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ ഒന്നാം ഭാര്യയ്ക്ക് അറിയാമെന്നുള്ളതാണ്. മാത്രവുമല്ല, പ്രസവവേദന തുടങ്ങുന്ന സമയം മുതൽ തന്നെ ഈ ഒന്നാം ഭാര്യ അന്ന് ഷമീറയ്ക്കൊപ്പം ആ വീട്ടിലുണ്ടായിരുന്നു. ഇത്രയും ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്ന അവസ്ഥയുണ്ടായിട്ടും ചികിത്സ നൽകാൻ തയ്യാറായില്ല. അത് ചികിത്സ നിഷേധിക്കുന്നതിന് തുല്യമാണ്. ഗർഭസ്ഥ ശിശു മരിക്കാനിടയാകുന്ന സാഹചര്യം സൃഷ്ടിച്ചു. അപ്പോൾ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്കും ഗർഭസ്ഥ ശിശു മരിക്കാനിടയായ സാഹചര്യം ഉണ്ടാക്കിയതിലുമാണ് ഇപ്പോൾ രണ്ടാം പ്രതിയാക്കി കേസെടുത്തിരിക്കുന്നത്. നയാസിന് തുല്യമായ പങ്ക് ഭാര്യയ്ക്കും ഉണ്ട് എന്നുള്ളതാണ് കണ്ടെത്തൽ. മകള് കൂടെ ഉണ്ടായിരുന്നു. മകളാണ്, അക്യുപങ്ക്ചർ പഠിച്ച മകളാണ് പ്രസവ എടുക്കാൻ സഹായിച്ചത് എന്നൊക്കെയുള്ള വാർത്തയുണ്ടായിരുന്നു. പക്ഷേ മകളുടെ പ്രായമൊക്കെ കണക്കാക്കിയാകണം നിലവിൽ മകളെ പ്രതി ചേർത്തിട്ടില്ല. 1ഉം 2ഉം 3ഉം പ്രതികളായി ഇപ്പോൾ 3 പേർ. ഇതിൽ ഭാര്യ ഒളിവിലാണ്. കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങിയതായി പോലീസ് അറിയിച്ചു. നിലവിൽ കസ്റ്റഡിയിൽ വാങ്ങിയ നയാസിന്റെ കസ്റ്റഡി കാലാവധി ഞായറാഴ്ചയാണ് അവസാനിക്കുക. പക്ഷേ കസ്റ്റഡിയിൽ വാങ്ങിയ നയാസിനെയും ഇന്നലെ അറസ്റ്റ് ചെയ്ത ഷിഹാബുദ്ദീനെയും ഇന്ന് കോടതിയിൽ തിരികെ ഹാജരാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഒത്തിരിയുള്ള ചോദ്യം ചെയ്യലെല്ലാം പൂർത്തിയാക്കി. എങ്ങനെയാണ് പ്രസവം എടുക്കുക? നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. കാര്യം അക്യുപങ്ക്ചർ എന്നൊക്കെ ഉള്ളത് പുറത്തൊക്കെയുള്ള ചെറിയ ചെറിയ ചികിത്സയ്ക്കാണ് ഉപയോഗിക്കുന്നത്. അത് വലിയ ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെടാത്ത സംഭവമാണ്. അതൊരു ആൾട്ടർനേറ്റീവ് മെഡിസിൻ എന്ന രീതിയിൽ വ്യാപകമായി പ്രചരിക്കുന്നുമുണ്ട്. പക്ഷെ അതിൽ അക്യുപങ്ക്ചർ വഴി പ്രസവം എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് എങ്ങനെയാണ് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ പ്രവീണ. അതായത് അവരുദ്ദേശിച്ചത് പ്രസവ സമയത്ത് വേദന ഉണ്ടാകാതെ, 2 സിസേറിയൻ ആയിരുന്നല്ലോ. സ്വാഭാവികമായും മൂന്നാമത്തേതും സാധാരണഗതി ഒരു നോർമൽ ഡെലിവറി നടക്കില്ല, സിസേറിയനിലേക്ക് പോകും. അപ്പോൾ അവർ പറഞ്ഞതനുസരിച്ചിട്ടാണെങ്കിൽ മരുന്നോ കത്തിയോ ഉപയോഗിക്കാതെ കുഞ്ഞിനെ പുറത്തെടുക്കാം വേദന അറിയാതെ. അപ്പോൾ വേദന അറിയാതിരിക്കുന്നതിനുള്ള ചികിത്സകളാണ് നൽകിയത്. ഈ അക്യുപങ്ക്ചർ, ഈ സൂചി നമ്മുടെ ശരീരത്തിൽ ചില സ്ഥാനങ്ങളിൽ കുത്തും. അപ്പോൾ ഇതിൽ ചിലർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പെയിൻ അറിയുന്നതേ ഇല്ല. അപ്പോൾ അത്തരത്തിൽ ശരീരത്തിലെ വേദന അറിയാവുന്ന ഞരമ്പുകളെ പോലും നിർജീവമാക്കിക്കൊണ്ടുള്ള ഒരുതരം വ്യാജ അല്ലെങ്കിൽ അശാസ്ത്രീയമായ ചികിത്സ, അതാണ് ഇവിടെ നടത്താനിരുന്നത്. പക്ഷേ കാര്യങ്ങൾ കൈവിട്ടുപോയി. 2 ജീവനാണ് പൊലിഞ്ഞത്. ശരിയാണ് പ്രവീണ. വേദന ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അക്യുപങ്ക്ചർ വഴി വ്യാജ രീതിയിൽ ഈ പ്രസവം എടുക്കാൻ പോയത്. അതൊരു നിത്യവേദനയായിട്ട് മാറി എന്നുള്ളതാണ്. ആർക്കാ വേദന? ഭർത്താവ് നയാസിലു. ആദ്യ ഭാര്യയും കൂടെ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് രണ്ടാം ഭാര്യയുടെ പ്രസവം എടുക്കാൻ പോയത്. അശാസ്ത്രീയമായ രീതിയിലാണ് ഇക്കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, നിങ്ങളെങ്കിലും അതിന് തലവെച്ച് കൊടുക്കരുത്. അതും ആദ്യത്തെ 2 പ്രസവങ്ങൾ നടത്തുന്നത് ഓപ്പറേഷൻ ചെയ്തിട്ടാണെങ്കിൽ, സിസേറിയൻ വഴിയാണെങ്കിൽ, രണ്ടാമത്തെ പിന്നീട് വരുന്ന പ്രസവങ്ങൾക്ക് സ്വാഭാവികമായി സിസേറിയൻ മാത്രമേ സാധ്യമാവൂ, നോർമൽ ഡെലിവറി സാധ്യമാവില്ല.